അപ്പൊ ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ ഉള്ള ഒരു കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്, ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വീഡിയോയ്ക്ക് എനിക്ക് തിരിച്ചൊരു റിയാക്ഷൻ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, നിനക്ക് ഉളുപ്പില്ലേ, നിനക്ക് നാണമില്ലേ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു വ്ളോഗർ, അതായത് ഒരു വ്ളോഗർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ വ്യൂവേഴ്സ് എല്ലാവരും എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് റിയാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അതിനുള്ള ഉത്തരം ഒന്നും കൊടുക്കുന്നില്ലേ. എനിക്ക് സത്യം പറഞ്ഞ ഉത്തരമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. ചില കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് വരാനായിട്ട് കുറച്ചൊരു സമയം എടുത്തു കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരു ലേറ്റ് ആയത്, കുറച്ചൊരു ഡിലേ ആയത്. ഇല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ ഒരു വീഡിയോ ഇട്ടേനെ. പിന്നെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ട് ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൂഫ് ആയിട്ടാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് കുറച്ച് സമയം എടുത്തത്. എന്തായാലും എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. പക്ഷെ ഇത് നിങ്ങൾ കണ്ടു നോക്കണം ഈ വീഡിയോ. എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്ത് വിടണം. എന്നാലും നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ഊർജം വരത്തുള്ളൂ. കാരണം നിങ്ങൾ എല്ലാവരും സത്യങ്ങൾ അറിയണമല്ലോ. എന്തായാലും എന്റെ വ്യൂവേഴ്സ് എന്തായാലും സത്യങ്ങൾ അറിയണം. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 10 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നല്ല സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട്. കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി എനിക്ക് എന്തായാലും വന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പോവാം. എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ ലാംഗ്വേജ് തുള്ളി പ്രശ്നമാണ്. കാരണം ഞാൻ ജനിച്ചത് കേരളത്തിലല്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ എല്ലാവരെയും റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, എന്നെ പറ്റി റിയാക്ഷൻ വീഡിയോ ചെയ്തത് ദേവ് ഡി കോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടാണ് എന്നെ പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. എന്തായാലും ഇരുന്നോട്ടെ, എനിക്കുള്ള ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും നിങ്ങളും പോയി ഒന്ന് കണ്ടു നോക്ക്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണം. എന്നിട്ട് എന്റെ വീഡിയോ ഒന്ന് വന്ന് കാണണം. അപ്പൊ എല്ലാവരും കണ്ടിട്ട് വേണം നമ്മുടെ ഈ വീഡിയോ കാണാനായിട്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ആദ്യം ഞാൻ ദേവിന്റെ അടുത്തോട്ട് വരുന്നില്ല, ദേവ് ഒന്ന് അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ആദ്യം കമന്റ്സിന്റെ കാര്യം നമുക്ക് സംസാരിക്കാം. ഈ കമന്റ്സിന്റെ അകത്ത് ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് അച്ഛൻ ഒരു 20 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ളത്. ശരി, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എന്തായാലും എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ജോലിയുണ്ട്. അതിന് കൂട്ടത്തിൽ എനിക്ക് നല്ല ശമ്പളവും ഉണ്ട്. പിന്നെ എന്റെ വീട്ടുകാര് എനിക്ക് വേണ്ടി നല്ല പോലെ, ഒരു ബാംഗ്ലൂരുകാരനാണ്, എനിക്ക് വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അച്ഛന്റെ അടുത്ത് നിന്ന് എനിക്കൊരു 20 സെന്റ് സ്ഥലം എന്തായാലും എനിക്ക് വേണ്ട കേട്ടോ. ഓക്കെ, ബാക്കി ഞാൻ പറയാം. അപ്പൊ എനിക്ക് സമ്മതിച്ചു, അച്ഛൻ എനിക്കൊരു 20 സെന്റ് സ്ഥലം തന്നിട്ടുണ്ടായിരിക്കും. അത് കാരണം കൊണ്ടായിരിക്കും ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ദേവിന് എത്ര സെന്റ് സ്ഥലമായിരിക്കും അച്ഛൻ തന്നിട്ടുള്ളത്? ഈ ചോദ്യം ദേവ് ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും മനസ്സിൽ, ഇതെന്നാണ് ഇവൻ ഈ ചോദ്യം ചോദിക്കുന്നുള്ളത്. വരാം. പിന്നെ കമന്റ്സിന്റെ അകത്ത് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അച്ഛൻ എനിക്ക് 20 സെന്റ് സ്ഥലം തന്നിട്ടുണ്ട്, ഓക്കെ, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം കിച്ചു നിങ്ങൾക്ക് എത്ര ആയിരിക്കും ഓഫർ ചെയ്തിട്ടുള്ളത്, അതൊന്ന് പറയാമോ? ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? എനിക്ക് 20 സെന്റ് സ്ഥലം അച്ഛൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, കിച്ചുവും നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അതായത് ദേവിനെ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാല്, എന്റെ ഒരിക്കലും ഒരു വീഡിയോയിലും ഞാൻ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. രേണുസുദിനെ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛനെ, ബിഷപ്പിനെ ഞാൻ സപ്പോർട്ടും ചെയ്തിട്ടില്ല. പിന്നെ മറുകണ്ഠം ചാടി ഞാൻ നെഗറ്റീവും പറഞ്ഞിട്ടില്ല. പിന്നെയും മറുകണ്ഠം ചാടി ഞാൻ സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഇത് ദേവിനുള്ളതാണ്. ദേവ് ഇത് ശ്രദ്ധിച്ചു കേട്ടോ. പിന്നെ ദേവിന്റെ കുറച്ച് ടീമിലുള്ള ആൾക്കാരും ഇത് ദേവിനുള്ളത് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താന്ന് വെച്ചാല്, എന്നോട് ദേവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് കുറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ദേവിനാണെന്നുണ്ടെങ്കിൽ കുറെ ചോദ്യങ്ങളുണ്ട്, ചോദിക്കണമായിരുന്നു അച്ഛനോട്, പക്ഷെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അതിനുള്ള ഉത്തരവും ഞാൻ പറയാം. ആദ്യത്തെ കാര്യം, എനിക്ക് ചോദിക്കാൻ പറ്റുന്ന, എനിക്ക് അറിയാമെന്ന്, അതായത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളല്ലേ ഞാൻ ചോദിക്കത്തുള്ളൂ. അല്ലാതെ എനിക്കിപ്പം ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്കുള്ളതായിട്ട് കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചു. പിന്നെ അപ്പോഴത്തെ അച്ഛന്റെ ഒരു സിറ്റുവേഷൻ, അതായത്
ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്, അച്ഛൻ അവിടെ വയ്യാതിരിക്കുമായിരുന്നു, അത് കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ അച്ഛനെ ഇത് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അതിനുള്ള ഉത്തരം കിട്ടിയേ. ഓക്കെ, ഇനി ദേവിനുള്ള ദേവ് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് കുറെ, അതായത് ദേവിന് കുറെ ചോദ്യങ്ങളുണ്ട് ചോദിക്കണമായിരുന്നുള്ളത്. പിന്നെ എന്നാണ് ദേവ് അങ്ങോട്ട് അച്ഛന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാതിരുന്നത്? ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അവിടെ അച്ഛന്റെ അടുത്തോട്ട് പോയിട്ടാണ് ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തത്. അപ്പം ദേവ് എന്നാ പിന്നെ അത് ചെയ്യാതിരുന്നത്? ദേവിന് പൊയ്ക്കൂടായിരുന്നോ? എങ്ങനായാലും നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നല്ലോ, എന്നും 2 പ്രാവശ്യവും 3 പ്രാവശ്യവും വിളിച്ചുകൊണ്ടിരുന്നതല്ലേ ദേവ് അച്ഛനെ? ഞാൻ അറിഞ്ഞു, കൊച്ചു കള്ളൻ കേട്ടല്ലോ, ഇത് വിളിച്ചുകൊണ്ടിരുന്നല്ലേ. പിന്നെ ദേവ് എന്നാണ് പോയി ഇന്റർവ്യൂ എടുക്കാതിരുന്നത്? ദേവിന് ചോദിക്കാനുള്ള ചോദ്യങ്ങള് ദേവ് എന്നാണ് ഡയറക്റ്റായിട്ട് അച്ഛനോട് പോയി ചോദിക്കാതിരുന്നത്? അപ്പൊ അതിനുള്ള ഒരു ഉത്തരവായിട്ട് ദേവ് എന്തായാലും വരണം കേട്ടോ. പിന്നെ 3-ാമത്തെ കാര്യം, ഇത് നിങ്ങൾ എല്ലാരും കേൾക്കണം കേട്ടോ. ദേവിന്റെ അതായത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനുമായിട്ട് ഡിബേറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്കാരന് താല്പര്യമാണെന്നുള്ളത്. ഫേസ് ടു ഫേസ് നമുക്കൊരു ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ആ വീഡിയോ കണ്ട ഉടനെ ദേവിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ചാനലിൽ നിന്ന്, ബിയോണ്ട് ദ സീൻസ് എന്ന് പറയുന്ന എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കമന്റ് ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. ഞാൻ റെഡിയാണ്, ഒരു ടോക്കിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ്. എന്റെ ഇമെയിൽ ഐ ഡി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇമെയിൽ ഐ ഡിയിലോട്ട് ബ്രോ എനിക്കൊരു മെസ്സേജ് അയക്കുമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വിളിച്ചേനെ. ബ്രോ എനിക്ക് നമ്പർ ഇട്ടാന്നെങ്കിൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ വന്നേനെ ബ്രോന്റെ സ്ഥലത്തോട്ട്, എന്നിട്ട് നമുക്കിരുന്ന് ഡിബേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പം ബ്രോ പറയായിരിക്കും ഞാൻ എന്റെ ഭാഗത്തു നിന്നായിരിക്കും ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന്. എനിക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം അയക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അത് മനസ്സിലാക്കണം. സോ നോട്ട് ദ പോയിന്റ് യുവർ ഓണർ, അത് മനസ്സിലാക്കണം കേട്ടോ. പക്ഷെ ആ കമന്റ് കാണാനില്ല കേട്ടോ. കമന്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ കമന്റ് അങ്ങ് ഡിലീറ്റ് ആയി. ഞാൻ ഡിബേറ്റിന് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് ഇട്ട ഒരു കമന്റ് ഡിലീറ്റ് ആയിപ്പോയി. അതിനിയും ദേവിന്റെ വിഷയം. ദേവിന് അത് താല്പര്യം ഇല്ലായിരിക്കും. അങ്ങനെ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പറയല്ലായിരുന്നു. ഓക്കെ, പിന്നെ അടുത്ത കാര്യം, ഇനി അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഞാൻ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതാണ് ദേവ് പറഞ്ഞേക്കുന്നത്. ശരി, സമ്മതിച്ചു. അപ്പം ദേവ് 5 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛനെ കുറ്റം പറയുന്നതിന് വരുന്നതിന് മുന്നേ ദേവ് ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. 5 മാസം മുന്നേ ദേവ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ദേവ് ഡിലീറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതെന്നാണ് ദേവ് അതങ്ങ് മറന്നുപോയത്. അത് ചെയ്യണമായിരുന്നു. ദേവ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീഡിയോ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ദൈവമായിട്ട് തന്നെ ദൈവത്തിന്റെ രൂപത്തിൽ തന്നെ വന്നിട്ട് എനിക്ക് ഇട്ട് തന്നു സാധനങ്ങള്. അപ്പൊ നിങ്ങൾക്ക് വ്യൂവേഴ്സ്, നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യണം. നമുക്കൊരു വീഡിയോ, ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാമേ, അത് നിങ്ങൾ കാണണം, കേൾക്കണം, എന്നിട്ട് നമുക്ക് അടുത്ത സംസാരത്തിലേക്ക് കണ്ടോളൂ. ബിഷപ്പ് ആ മനുഷ്യന്റെ സ്ഥാനം പോലും മറന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം വിളിച്ചുകൊണ്ട് ഇപ്പൊ വന്നിട്ട് ഞാൻ ഇതുകൊണ്ടാണ് സംസാരിച്ചത്. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് മുഴുവൻ വെക്കുകയാണ്. ആ എഴുതിയ ഏവനോരുത്തൻ അവൻ എഴുതിയ സ്ക്രീൻഷോട്ട് മുഴുവൻ വെച്ച് വീണ്ടും വായിച്ച് കേൾപ്പിക്കുകയാണ്. ഉളുപ്പുണ്ടോ? ലേശം ഉളുപ്പുണ്ടായിരുന്നു നിങ്ങൾ ഈ പന്നപ്പണി കാണിക്കില്ലായിരുന്നു. മറന്നിരുന്ന ആൾക്കാരെ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ്. ആ മനുഷ്യനും ആ മനുഷ്യന്റെ കുടുംബവും അനുഭവിച്ച വേദനയ്ക്ക് കണക്ക് പറഞ്ഞേ മതിയാവൂ, ഇന്നല്ലെങ്കിൽ നാളെ. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഇപ്പോൾ വന്ന് മാപ്പ് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു ഫോൺ കോൾ അദ്ദേഹത്തെ വിളിച്ചോ? അദ്ദേഹത്തെ വിളിച്ച് ബിഷപ്പെ ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു പോയി, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം എന്നൊരു വാക്ക് വിളിച്ചു പറഞ്ഞു. ആ നിൽക്കുന്ന മനുഷ്യനെ ഇപ്പൊ അദ്ദേഹം ഒരു കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് പോലും ചെയ്യുന്നില്ല. വളരെ വിഷമത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു കമന്റ് ബോക്സിൽ പോയിട്ട് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഗോഡ് ബ്ലസ് യു എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണത്. അങ്ങനെ ഒരു കമന്റ് കണ്ടാൽ പോലും ആ കമന്റ് വരെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതിന് മാത്രം എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്? ഇവരെ സഹായിച്ചതോ? നിങ്ങൾ എല്ലാരും ആ വീഡിയോ കണ്ടല്ലോ അല്ലേ? എന്നെ കുറ്റം പറയാൻ വന്ന ദേവിനോടാണ് ഇനി അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുവാന്നറിയോ? ഈ സംഭവം തന്നെയല്ലേ പറഞ്ഞത് ഞാനും ഇന്നലത്തെ വീഡിയോയില്. അച്ഛനെ ഒരു തുള്ളി സപ്പോർട്ട് ചെയ്തിട്ടാണല്ലോ സംസാരിച്ചെന്നല്ലേ ദേവ് പറയുന്നേ. പക്ഷെ ഉള്ള കാര്യമല്ല, ഈ ദേവ് പറഞ്ഞ കാര്യം തന്നെയല്ലേ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞത്. അപ്പൊ അതിനെതിരെ എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നു. അപ്പം ദേവ് ബ്രദറെ, ഞാൻ എന്തുവാണ് ചോദിക്കേണ്ടത് താങ്കളോട്? പറ. ഇപ്പൊ ആരാണ് ഈ മറുകണ്ഠം ചാടുന്നത്? എന്തായാലും ഞാൻ അച്ഛനെ, ഓക്കെ, ദേവ് പറയുന്നത് ഞാൻ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതെന്ന്. ഞാൻ ആദ്യം അച്ഛനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തായിരുന്നു, പിന്നെ ഞാൻ അച്ഛനെതിരെ എന്തിനാണ് പോയത്? ഇതോടെ സത്യമായിട്ടുള്ള ഒരു കാര്യം വന്ന് പറയണം. കാരണം നിങ്ങൾ എപ്പോഴും അച്ഛനുമായിട്ട് 1 മണിക്കൂറും ഒരു ദിവസത്തിൽ 1-2 തവണ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരല്ലായിരുന്നോ? ഇപ്പൊ എന്തോ പറ്റി? ഇപ്പൊ നിങ്ങൾ പറയാൻ പോകുന്ന ദേവ് എന്തോ പറയാൻ പോകുന്നറിയോ? അന്ന് രേണുവിനെ പറ്റി അച്ഛൻ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അതായത് രേണുവിന്റെ ഒരു ടോപ്പിക് വന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അച്ഛന്റെ കൂട്ടത്തിൽ നിന്നതെന്നായിരിക്കും. അതായത് രേണുവിന്റെ സ്വഭാവം ശരിയല്ലല്ലോ, അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ രേണുവിന്റെ കൂട്ടത്തിൽ അതായത് അച്ഛന്റെ കൂട്ടത്തിൽ നിന്നെന്നായിരിക്കും ദേവ് പറയാൻ പോകുന്നത്. പക്ഷെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. ദേവ് അങ്ങനെ ആയിരിക്കും പറയാൻ പോകുന്നത്. അതായത് അന്ന് അതായത് രേണുവിനെ പറ്റി അച്ഛൻ ഇതാണ് പറഞ്ഞത്,
ഇപ്പം ഞങ്ങളിപ്പം അടി ഉണ്ടാക്കുന്ന കിച്ചുവിനെ പറഞ്ഞ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നതെന്നായിരിക്കും ദേവ് പറയാൻ പോകുന്നത് അല്ലേ? ഉണ്ട്, അതിനുമുണ്ട് എന്റെ കയ്യിൽ മറുപടി, ഞാൻ തരാം. ദേ ഇവിടെ കണ്ടോ. ചില വ്യക്തികൾ പാതാളത്തോളം ക്ഷമിക്കും, കാരണം ക്ഷമയാണ് അവരുടെ ആയുധം എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആ റിയാക്ഷൻ ഒരു പക്ഷേ പലർക്കും താങ്ങാൻ പറ്റുന്ന തരില്ല. ഈ കാലമായിട്ട് കുറേ നാളുകളായിട്ട് ഇതിലൊന്നും ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അദ്ദേഹം ദാനമായിട്ട് കൊടുത്ത പ്രോപ്പർട്ടി അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തന്നെ സംസാരിച്ച് അച്ഛൻ ആരാ എൻ്റെ കാര്യം തിരക്കാൻ എന്ന ലെവലിൽ വരെ അദ്ദേഹത്തെ ഇനി പറയാൻ വാക്കുകളൊന്നും ബാക്കിയില്ല. ഒരു സമയത്ത് ജനങ്ങളെ വരെ അച്ഛനെതിരെ തിരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്നും ഒരു വിഹിതം, ഒരു ഓഹരി 8 സെന്റ് ആണെങ്കിലും ഇന്നത്തെ കാലത്ത് എത്ര രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അത് ഇവർക്ക് എഴുതി കൊടുത്തത്. ഇന്ന് അധികം ആരും ചെയ്യില്ല. അത് ഒരാളും കുറ്റം പറയില്ല, കാരണം അത്രമാത്രം ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്, അത്രമാത്രം തോന്നിവാസങ്ങൾ ആ മനുഷ്യനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കൈ. അപ്പൊ എല്ലാരും കണ്ടെന്ന് വിശ്വസിക്കുന്ന ഇതും. അപ്പം ദേവേ ഉണ്ടോ അതോ പോയോ? അപ്പൊ ഇതിനെന്തുവാണ് ദേവിന് പറയാനുള്ളത്? അതായത് അച്ഛന്റെ പ്രോപ്പർട്ടി തിരിച്ചു മേടിക്കണം. എന്നെ അന്ന് കിച്ചു ഇല്ലായിരുന്നോ ദേവിന്റെ മനസ്സിൽ? അതോ കിച്ചുവിനുള്ള സഹതാപം, പിന്നെ കിച്ചുവിനുള്ള ഒരു സ്നേഹം, അതൊന്നും ഇല്ലായിരുന്നോ? എന്ത് പറ്റി ഇപ്പം? ഇതിനകത്ത് പറയാനുള്ളത്, ദേവിന് വല്ലതും അച്ഛനായിട്ട് പേഴ്സണലി വല്ലതും പ്രശ്നം ഉണ്ടെങ്കിൽ ദേവ് ഡയറക്റ്റ് ആയിട്ട് പോയി അച്ഛനോട് സംസാരിക്കണമായിരുന്നു. മനസ്സിലായോ? അല്ലാതെ കിച്ചുവിന്റെ കാര്യം പിടിച്ചിട്ട് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കിച്ചുവിനെ സ്നേഹിച്ചിട്ട് അങ്ങനെ കുറെ വ്യൂസ് ഉണ്ടാക്കി അതിനുള്ള ഒരു ആവശ്യമില്ല. ആരെയാണ് പറ്റിക്കുന്നത് എന്നുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആരെയാണ് നെഗറ്റീവ് ആക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇത്ര ഉള്ളു കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് എന്തോ എനിക്കൊരു സന്തോഷം. പിന്നെ അടുത്ത കാര്യം, ഡിബറ്റ്. ഞാൻ റെഡിയാ കേട്ടോ. ഞാൻ പേഴ്സണലി ഞാൻ ഓൺ വീഡിയോ ഞാൻ പറയുന്നു. അല്ലാതെ പിന്നെ ഇനി ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ദേവ് അത് ഡിലീറ്റ് ചെയ്യും. എന്തിനാണ്? ഡിബറ്റിന് ഞാൻ റെഡി. ദേവ് എവിടെ വിളിക്കുന്നോ അവിടെ ഞാൻ വരും. ഡിബറ്റിന് ഞാൻ റെഡി. വേണമെങ്കിൽ എന്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഈ വീഡിയോ തന്നെ പറയാം, അത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ എന്റെ ഇതിൻ്റെ അകത്തുണ്ട്, എന്റെ ബയോക്കകത്തുണ്ട് എന്റെ ഇമെയിൽ അഡ്രസ്സ്. ധൈര്യമായിട്ട് ദേവ് ആ നമ്പർ എനിക്ക് അയച്ചു, ഞാൻ അത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, ഞാൻ ദേവിനെ വിളിക്കുന്നതായിരിക്കും. ദേവിനോട് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് കേട്ടോ. എന്റെ പേര് ആദർശല്ല, എന്റെ പേര് ആകർഷാണ്, അല്ലാതെ ആദർശല്ല. അതെനിക്കൊന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ദേവ് എന്നെ എന്തായാലും ഫേമസ് ആക്കിയില്ലേ. എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുവാണ്, ഞാൻ സപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ, ദേവൻ എന്തായാലും അറിയാമല്ലോ, ഞാനിപ്പം 10 ദിവസം ആയുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കല്യാണിയുടെ ആദ്യത്തെ വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടത്. എന്തായാലും സ്വന്തം എഫേർട്സ് എടുത്തിട്ട് വേണം നമ്മളെ ഒരു വീഡിയോ ഇടാനായിട്ട്. കല്യാണിയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നു. പിന്നെ ഞാൻ വീഡിയോ മുറിച്ച് ഇടുവാന്നാണ് ദേവ് പറഞ്ഞത്. ദേവ് ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. ഞാൻ ഡോക്ടറുമായിട്ട് കല്യാണിയുടെ വീഡിയോക്കകത്ത് ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പം അത് ആദ്യത്തെ റെക്കോർഡിംഗ് ആയിരുന്നു ഒരു ദിവസത്തെ. രണ്ടാമത്തെ കോൾ റെക്കോർഡിംഗ് ആയിരുന്നു രണ്ടാമത്തെ ദിവസത്തെ, അതായത് പിറ്റേ ദിവസം. എന്തായാലും പിറ്റേ ദിവസത്തെ റെക്കോർഡിംഗ് എടുത്തിട്ട് എനിക്ക് ആദ്യത്തെ ദിവസത്തിന്റെ അകത്ത് കുത്തിക്കയറ്റാൻ എന്തായാലും പറ്റത്തില്ലേ? എനിക്ക് ആ ഒരു തന്ത്രമൊന്നും ഇല്ല. നിങ്ങളെപ്പോലെ ഞാൻ വലിയ യൂട്യൂബർ ഒന്നും അല്ല, ഞാൻ ഇങ്ങനെ മെല്ലെ വരുന്ന ഒരാളാണേ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ അറിയത്തില്ല, പഠിക്കുവാണ്. ഇങ്ങനല്ല എല്ലാരും പഠിക്കുന്നത്. ബ്രോന് വല്ല നല്ല കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചതാ, ഉറപ്പായിട്ടും ഞാൻ പഠിക്കും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഞാൻ എളുപ്പം പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഐ എം എ വെരി ക്വിക്ക് ലേണർ. ഞാൻ എളുപ്പം കാര്യങ്ങൾ പഠിക്കും. അപ്പൊ അതോർത്ത് ദേവ് എന്തായാലും ഇനിയും വിഷമിക്കേണ്ട. ദേവിനോട് ദേവ് ഡി കോഡ്സ് ചോദിക്കാനുള്ള എനിക്കൊരു ചോദ്യമാണ്. അന്ന് കിച്ചുവിനെ ഓർമ്മ വന്നില്ലായിരുന്നു ദേവിന്? അതായത് അച്ഛനുമായിട്ട് നല്ല അതായത് ഫ്രണ്ട്ഷിപ്പ്, ആ വേർഡ് എനിക്ക് വരുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എനിക്ക് മലയാളം അത്രയും ഫ്ലുവന്റ് അല്ല. എന്തായാലും അച്ഛനുമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള സമയത്ത് കിച്ചുവിനെ ഒന്നും ഓർമ്മ വന്നില്ലായിരുന്നോ? ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഓർമ്മ വന്നില്ലായിരുന്നോ? ഇപ്പൊ എങ്ങനെയാണ് കിച്ചുവിനെ ഓർമ്മ വന്നത്? കിച്ചുനപ്പം ഇപ്പം പറയായിരിക്കും കിച്ചു അപ്പം കുഞ്ഞാണ്. ഇപ്പൊ എന്തായാലും അത് തന്നെയാണല്ലോ, 5 മാസമുള്ള വ്യത്യാസം. അപ്പൊ അത് എനിക്ക് ഒന്നും പറയാനില്ല. അന്ന് കിച്ചുവിന്റെ കാര്യം ഒന്നും ഓർത്തില്ലായിരുന്നോ? കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലേശം ഉളുപ്പ് വേണ്ടേന്ന്. അല്ല, ആ വീഡിയോക്കകത്ത് കേട്ടോ, ആ വീഡിയോക്കകത്ത് ചോദിച്ചായിരുന്നു ഒരു ലേശം ഉളുപ്പ് വേണ്ടേന്നുള്ളത്. അതായത് വാല് അതെനിക്കിപ്പോഴും ഉണ്ട്, റേനുവിന്റെ വാല് ലേശം ഉളുപ്പ് വേണ്ടേന്ന്. ഇപ്പൊ ഞാൻ ബ്രോനോട് തിരിച്ചു ചോദിക്കുക, ഒരു ലേശം ഉളുപ്പ് വേണ്ടേ? ഒരു ലേശം. കാരണം നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ മറുകണ്ഠം ചാടി ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യല്ലായിരുന്നു. അത് കൊള്ളത്തില്ല കേട്ടോ, ഒട്ടും കൊള്ളത്തില്ല. ഇനി എനിക്കിട്ട് വേറെ വീഡിയോ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനും റെഡിയാ, ഉറപ്പായിട്ടും ഞാൻ റെഡിയാ. എന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഞാൻ ബ്രോനും മറുപടി തന്നിരിക്കും. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ സീരീസ് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം. എന്താ പറയുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്. അതിനെക്കാട്ടി നല്ല ഞാൻ എന്താ പറയുന്നത് അറിയാം? ബ്രോ എവിടാന്ന് വെച്ചാൽ പറ, ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്കൊരു ഡിബേറ്റ് ആക്കാം. എന്നിട്ട് അതിൽ ആരാണോ ഇതാവുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നേ. ഞാൻ റെഡിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കമന്റിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ റെഡിയാന്നുള്ളത്. പിന്നെ ബ്രോ എന്തിനാണ് ആ കമന്റ് വെറുതെ ഡിലീറ്റ് ചെയ്തത്?
അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും വ്യൂവേഴ്സ് എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടിയ ഏകദേശം ആര് എന്തോ ആണെന്നുള്ളത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. പിന്നെ ഇനിയും കുറെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരും. നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ലേ, അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കാര്യങ്ങൾ തെളിയിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് ഞാനായിരിക്കും ഇപ്പം കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതോ ദേവാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? അത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കണം കേട്ടോ, ആരെങ്ങനാണ് ചെയ്തെന്നുള്ളത്. അടുത്തത് എന്താന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് ഇനിയും വീഡിയോ ഇനി ലോങ് ആക്കണ്ട. എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ആര് എവിടെ നിന്നാണ് കളിക്കുന്നെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ, കമന്റ് ബോക്സിൽ പറയണം. പിന്നെ ലേശം ഉളുപ്പ് അത് ആർക്കാണെന്നുള്ളത് അതൊന്ന് പറയണം. ഞാൻ എന്തായാലും കിച്ചുനെ ഞാൻ മോശം പറഞ്ഞിട്ടില്ല, അച്ഛനെയും പറയുന്നില്ല, ദേവിനെയും പറയുന്നില്ല, റേണുവിനെയും പറയുന്നില്ല, ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല. പക്ഷെ ദേവിനോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു, ദേവിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ ദൈവത്തെ ഓർത്ത് ദേവ് അത് പറഞ്ഞുകൊണ്ട് വരല്ലേ, അന്ന് റേണുവായിട്ടുള്ള പ്രശ്നമായിരുന്നു, ഇന്ന് കിച്ചുവായിട്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, അതൊന്നും പറയില്ല കേട്ടോ. അതൊരു ഒരു ന്യായമില്ലാത്തൊരു സംഭവമാണ്. എന്തായാലും ദേവിന് പറ്റുമെങ്കിൽ ഇതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തിരിച്ചു വാ കേട്ടോ, എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോസ്. കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ.